നമസ്കാരം, ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. റേഷൻ കടകളുമായി ബന്ധപ്പെട്ട പലപ്പോഴും ഉയരുന്ന ഒരു പരാതിയാണ് അളവിൽ വെട്ടിപ്പ് നടത്തുന്നു എന്നത്. ചില റേഷൻ വ്യാപാരികളെങ്കിലും അളവിൽ ചില കൃത്രിമം കാട്ടാറുണ്ടെന്ന പരാതികൾ ഉയരാറുണ്ട്. ഇപ്പോൾ ഇനി മുതൽ റേഷൻ കടകളിൽ അളവിലും തൂക്കത്തിലും ഒന്നും വെട്ടിപ്പ് നടത്താനാക്കില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. റേഷൻ കടയിലെ ഈ പോസ് യന്ത്രങ്ങളെ ഈ ത്രോസുമായി ബന്ധിപ്പിക്കാനാണ് സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ നീക്കം. 33.50 കോടിയുടെ പദ്ധതിയാണ് സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് നടപ്പാക്കുന്നത്. ഈ സാമ്പത്തിക വർഷത്തേക്ക് 10 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. പദ്ധതി നടപ്പാക്കുന്നതോടെ റേഷൻ കടയുടമ തൂക്കത്തിൽ കൃത്രിമം കാട്ടിയാലും എത്ര അളവിലാണ് ഉപഭോക്താവിന് സാധനം ലഭിക്കുന്നത് അതിന്റെ പണം മാത്രം നൽകിയാൽ മതിയാകും. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരമാണ് റേഷൻ കടകളിലെ ഈ പോസ് യന്ത്രങ്ങളെ ഈ ത്രാസുമായി ബന്ധിപ്പിക്കുന്നത്. ഈ ക്രമീകരണം വന്നതോടെ തൂക്കത്തിലും നൽകുന്ന ഭക്ഷ്യവസ്തുവിന്റെ അളവിന്റെ ബില്ല് മാത്രമേ പ്രിന്റ് ചെയ്തു വരൂ. ഉപഭോക്താവിന് അനുവദിച്ചിട്ടുള്ള അളവ് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. 15,000 റേഷൻ കടകളാണ് സംസ്ഥാനത്തുള്ളത്. നിലവിൽ ഈ പോസ് യന്ത്രത്തിൽ ഗുണഭോക്താവ് വിരൽ പതിപ്പിച്ചാലും തൂക്കത്തിൽ കൃത്രിമം കാണിക്കാനാകുമെന്നാണ് റേഷൻ വിജിലൻസ് പറയുന്നത്. ഈ ത്രാസുമായി ഈ പോസ് വയർ മുഖേനയെ ബ്ലൂടൂത്ത് വഴിയോ ബന്ധിപ്പിക്കും. എല്ലാ താലൂക്കിലും 5 വർഷത്തേക്ക് കോൾ സെന്ററും ഉണ്ടാകും. കടകളിലെ പ്രശ്നങ്ങൾ അപ്പോൾ പരിഹരിക്കാനാണിത്. റേഷൻ വിതരണ ചുമതലയുള്ള സപ്ലൈകോ കടകളിലേക്ക് എത്തിക്കുന്ന ചരക്ക് തൂക്കി സ്വീകരിക്കാൻ ഈ സംവിധാനം പ്രയോജനപ്പെടുത്തുമോ എന്നതിൽ വകുപ്പ് വ്യക്തത വരുത്തിയിട്ടില്ല.